ಹರೇ ಕೃಷ್ಣ. അപ്പോൾ ഗുരുവായൂരപ്പന് കലിയുഗത്തിൽ ഭാഗവത രൂപത്തിൽ വന്നതാണ്. പത്മപുരാണത്തിൽ ഒരു ശ്ലോകം വരും. പാദവ്യദീയോ പ്രഥമദ്വിതീയോ തൃതീയ തുരീയോ കഥിതവ്യദുരോ നാഭിസ്തഥാ പഞ്ചമയേവ ഷഷ്ടോ ഭുജാന്തരം ധോര്യുഗലം തഥാന്യോ കണ്ഠസ്ഥു രാജന്നോ മോയദീയോ മുഖാരവിന്ദം ദശമപ്രഫുല്ലം ഏകാദശോ യസ്യ ലലാಟಪಟ್ಟಂ ಶಿರೋಪಿ ತು ದ್ವಾದಶೇವ ಭಾತಿ ತಮಾದಿದೇವಂ ಕರುಣಾನಿಧಾನಂ ತಮಾಲವರ್ಣಂ ಸುಹಿತಾವತಾರಂ ಅಪಾರ ಸಂಸಾರ ಸಮುದ್ರ ಸೇತುಂ ಭಜಾಮಹೇ ഭാഗവത സ്വരൂപം. അപ്പോൾ ഗുരുവായൂരപ്പ തന്നെ ഭാഗവത സ്വരൂപത്തിൽ കലിയുഗത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കലിയുഗ ബദ്ധജീവികൾക്ക് ഉദ്ധാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന് തന്നെ അതീവ കാരുണ്യം കാണിച്ചിട്ട് ഭാഗവത രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 12 സ്കന്ധകൾ ഭഗവാന് തന്നെ ആയിട്ട്, അപ്പോൾ ഭഗവാന്റെ തിരുവടികൾ ഒന്നാമത്തെ പിന്നെ രണ്ടാമത്തെ സ്കന്ധമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഭഗവാന്റെ ഒരു മൂന്നാമത്തെ നാലാമത്തെ സ്കന്ധമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ മൊത്തം ഗുരുവായൂരപ്പന് 12 സ്കന്ധത്തിൽ ഭാഗവത രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രന്ഥാവതാരമാണ്. പിന്നെ ഗുരുവായൂരപ്പ തന്നെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പന ഭാഗവത രൂപി ഗുരുവായൂരപ്പന വീട്ടിലേക്ക് സ്വാഗതം ചെയ്യണം. പിന്നെ നമ്മൾ എല്ലാവരും ഉദ്ധാരം ആവണം. ഹരേ കൃഷ്ണ.